ഹലോ ഓൾ, ആനുവൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും ബാക്കിയില്ല. ഈ വർഷം 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സ് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 3 വീഡിയോയുടെ സീരീസ് ആയിട്ടാണ്, 3 വീഡിയോസ് ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 3 നിങ്ങൾ കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള തിയറി, ഇതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഏതെങ്കിലും വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഈ ഒരു ഷുവർ ഷോട്ട് സീരീസിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. Tsunami is a series of gigantic waves seen in water body caused by the displacement of large volume of water in deep regions near the seabed. It is caused by underwater earthquakes. സുനാമിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സുനാമി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സെയിം കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫ്. നെയിം ദ വേവ് ദാറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ ദ എർത്ത് ലെയേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോദ്യം. ആ വേവിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഭൂകമ്പ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ദി ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക്, ഇതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേവുകളെക്കുറിച്ച്, സൗണ്ട് വേവുകളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് വേവുകളെക്കുറിച്ചും പഠിക്കുന്ന വേവ് മോഷൻ എന്ന ചാപ്റ്ററിലെ ചോദ്യമാണിത്. നെയിം ദി സർഫസ് വേവ് ദാറ്റ് കോസ് മേജർ ഡാമേജ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്. 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഈസ് ദി ഫാസ്റ്റസ്റ്റ് വേവ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക്? ദ സിസ്റ്റം ദാറ്റ് ഗിവ്സ് അഡ്വാൻസ് വാർണിംഗ് അബൌട്ട് സുനാമി ഇസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും ആൻസർ നോക്കിയാലോ. യെസ്, ഈ വേവിൻ്റെ പേരെന്താണ്? സീസ്മിക് വേവ് എന്നുള്ള പേര് അറിയാത്തതായിട്ട് ആരും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്, ഭൂകമ്പം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു വേവ് മോഷനാണ്. ഞാൻ ഈ സംസാരിക്കുമ്പം സൗണ്ട് പുറപ്പെടുന്നുണ്ട് അല്ലേ, ഇതും ഒരു വേവ് മോഷനാണ്. അതുപോലെ എന്നാൽ അതിനേക്കാൾ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ഒരുപാട് ഡാമേജും ഡിസ്ട്രക്ഷനും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളാണ് ആര്? നമ്മുടെ എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വേവ് എന്ന് പറയുന്ന സീസ്മിക് വേവുകൾ. സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ദി ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ പത്രത്തിലെല്ലാം നെക്സ്റ്റ് ഡേ വാർത്ത വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാറുണ്ട്. റിക്ടർ സ്കെയിലിൽ 7 അല്ലെങ്കിൽ 6, 9 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡോട് കൂടിയുള്ള എർത്ത് ക്വേക്ക് ആണ് ഫോം ചെയ്തത് എന്ന് നമ്മൾ കാണാറുണ്ട്. നെയിം ദി സർഫസ് വേവ് ദാറ്റ് കോസ് മേജർ ഡാമേജ് ഡ്യൂറിങ് ദി എർത്ത് ക്വേക്ക്. അപ്പോൾ ആൻസേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സീസ്മിക് വേവുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ റിക്ടർ സ്കെയിലാണ്. അടുത്തത് റെയ്ലി വേവ് ആൻഡ് ലവ് വേവ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് നെയിം ദി സർഫസ് വേവ് ദാറ്റ് കോസ് മേജർ ഡാമേജ് ഡ്യൂറിങ് ദി എർത്ത് ക്വേക്ക്. അപ്പോൾ ആ ഭൂകമ്പത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂകമ്പ ഫലമായിട്ടുണ്ടാകുന്ന നാശനഷ്ടത്തിന് കാരണമായിട്ടുള്ള ഉപരിതല തരംഗങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ സർഫസിലെത്തുന്ന ആ വേവുകളുടെ സ്പെഷ്യൽ നെയിമുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഫോർത്ത് വൺ, പ്രൈമറി വേവ് ഓർ പി വേവ്. എന്തായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദി ഫാസ്റ്റസ്റ്റ് വേവ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പ്രൈമറി വേവുകൾ അല്ലെങ്കിൽ പി വേവ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദി സിസ്റ്റം ദാറ്റ് ഗിവ്സ് അഡ്വാൻസ് വാർണിംഗ് അബൌട്ട് സുനാമി. സുനാമിയെക്കുറിച്ച് നേരത്തെ തന്നെ ഇൻഫർമേഷൻ തരുന്ന സിസ്റ്റം ഏതാണ്? സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് ഡാർട്ട് എന്നാണ്. ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. അപ്പോൾ നമ്മുടെ സുനാമിയെക്കുറിച്ച് നമ്മൾ വേവ് മോഷനിൽ പഠിച്ചിട്ടുള്ള ഈ പോയിന്റുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ചിലപ്പം എല്ലാം ചോദിച്ചോളണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട്, സീസ്മിക് വേവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട്, 1-2 എണ്ണം. അതുപോലെ തന്നെ ഒരു ലൗഡ് സ്പീക്കർ വിത്ത് മൈക്ക് തന്നിട്ടുണ്ട്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ഹെൽപ്സ് ഇൻ വർക്കിംഗ് ഓഫ് ദി ഡിവൈസസ് ഗിവൺ ബിലോ. അപ്പോൾ ശബ്ദം പുറത്തേക്ക് പറഞ്ഞയക്കാനുള്ള അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളതൊക്കെ. ഏത് പ്രോപ്പർട്ടിയാണ് ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡിഫൈൻ ദിസ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഷേപ്പ് ഓഫ് ദീസ് ഡിവൈസസ്? അതുപോലെ തന്നെ സീലിംഗ്സ് ഓഫ് ഹോൾസ് ആർ ഗിവൺ എ കർവച്ചർ ആൻഡ് കർവ്ഡ് സൗണ്ട് ബോർഡ്സ് ആർ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ. വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശബ്ദത്തിൻ്റെ ഏത് പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഒരു ചെറിയ റൂമിനകത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുമരിലൊക്കെ തട്ടിയിട്ട് എന്തെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു വലിയ ശബ്ദമായിട്ട്
പുറത്ത് വരുന്നതായിട്ട് നമുക്കൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഈ പ്രത്യേകതയുടെ പ്രായോഗിക നിർവചനം, അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഡെഫിനിഷൻ എന്താ? സൗണ്ട് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് റിപ്പീറ്റഡ്ലി ഫ്രം ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. സൗണ്ട് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് റിപ്പീറ്റഡ്ലി ഫ്രം ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഷേപ്പ് ഓഫ് ദീസ് ഡിവൈസസ്? എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇൻ സച്ച് ഡിവൈസസ് ദർ ഈസ് എ കോണിക്കൽ ഷേപ്പ്. കോണിക്കൽ ഷേപ്പാണ് ഇത്തരം ഡിവൈസുകൾക്കൊക്കെ ഉണ്ടായിരിക്കാം. ഓപ്പൺ എൻഡ്, കോണിക്കൽ ഷേപ്ഡ് ഓപ്പൺ എൻഡ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, കോണിക്കൽ ആകൃതിയിലുള്ള തുറന്ന ഭാഗം ഇതിനുണ്ടായിരിക്കും. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതന ഫലമായുള്ള തരംഗങ്ങളെ ഒരു നിശ്ചിത ദിശയിലേക്ക്, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക്, യെസ്, open end which enables the reflected sounds to travel in a particular direction alone, thus enabling us to hear it louder. അപ്പോൾ എന്താണ് ഈ ഒരു കോണിക്കൽ ഷേപ്പിൻ്റെയും എങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഈ ഒരു ഷേപ്പ് ഈ പോസിബിൾ ആക്കുന്നു എന്നുള്ളതിൻ്റെ ആൻസറാണിത്. ഇൻ സച്ച് ഡിവൈസസ് ദർ ഇസ് എ കോണിക്കൽ ഷേപ്ഡ് ഓപ്പൺ എൻഡ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു കോൺ ഷേപ്പിൽ തുറന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം എന്ത് ചെയ്യും? വിച്ച് ഇനേബിൾസ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട്, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ടിനെ ടു ട്രാവൽ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ആ മുഴുവൻ ശബ്ദവും ഒരൊറ്റ ഡയറക്ഷനിൽ പോവാൻ ഈ കോണിക്കൽ ഷേപ്പ് സഹായിക്കും. കൂടുതൽ ലൗഡായിട്ട് നമുക്ക് അത് കേൾക്കാനും സാധിക്കും. അടുത്ത ചോദ്യം എന്തായിരുന്നു? സീലിങ്സ് ഓഫ് ഹാൾ ആർ ഗിവൺ എ കർവേച്ചർ. നമ്മൾ പലപ്പോഴും സീലിങ്ങുകളൊക്കെ ഹാളിൻ്റെ, കല്യാണത്തിന് പോകുന്ന ഹാളിൻ്റെ ഒക്കെ ചെറിയൊരു കർവേച്ചർ പല ഹാളുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കർവ്ഡ് സൗണ്ട് ബോർഡ്സ് ആർ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ. വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്? ദി കർവ്ഡ് സൗണ്ട് ബോർഡ്സ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ മേക്സ് ദി സൗണ്ട് അണ്ടർഗോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ആൻഡ് സ്പ്രെഡ്സ് എവ്രിവെയർ ഇൻ ദ ഹാൾ. ആ ഹാളിലിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തെത്തണം. എന്നാലാണ് അതിലുള്ള എല്ലാ ഓഡിയൻസിനും, ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. തിയേറ്ററിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ തിയേറ്ററിലൊക്കെ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കേർവ്ഡ് ആയിട്ടാണ് സ്ക്രീൻ ഉണ്ടായിരിക്കുക. ആ സ്ക്രീനിൻ്റെ പിറകിൽ ആക്ച്വലി ഫുൾ സ്പീക്കറുകളാണ്. തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പം കാണുന്ന വൈറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ. അതിൻ്റെ ബാക്കിലുള്ളത് മുഴുവൻ ആക്ച്വലി സ്പീക്കറുകളാണ്. നമ്മൾ സൈഡിലൊരു 3-4-5 സ്പീക്കറുകളാണ് കാണുക, പക്ഷേ ഏറ്റവും കൂടുതൽ സ്പീക്കറുകളുള്ള ആ സ്ക്രീനിൻ്റെ പിറകിലാണ്. അപ്പോൾ നമ്മുടെ ഹാളിലുള്ള എല്ലാവർക്കും ശബ്ദം ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ടൈപ്പ് ഓഫ് ഹാളുകളൊക്കെ ഉണ്ടാക്കുന്നത്. സ്റ്റേജിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വളഞ്ഞ സൗണ്ട് ബോർഡുകൾ ആവർത്തന പ്രതിപതനത്തിലൂടെ ശബ്ദത്തെ ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കും എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തിയറി ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒബ്സർവ് ദി ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ വേവ് മോഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഡയഗ്രമാണ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൻസറുകളൊക്കെ ചെയ്യണം. ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ഈസ് കോൾഡ്. ഇത് അറിയാത്തവരുണ്ടാവില്ലല്ലോ. അപ്പം ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതിൻ്റെ പേരെന്താണ്? ആംപ്ലിറ്റ്യൂഡ് അറിയുന്നുണ്ടാകും. വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? അപ്പോൾ ആൻസർ സെക്കൻഡ് പാർട്ടിൽ തന്നെ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ആൻസർ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാകും. അത് 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്താണെന്ന് അറിയാലോ? വേവ് ലെങ്ത് ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡ്ജസൻറ്റ് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഏറ്റവും അടുത്തടുത്ത് നിൽക്കുന്ന അഡ്ജസൻറ്റ് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇനി ഒന്നും വേണ്ട, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കുക ഒരു വേവിൻ്റെ, അതിൻ്റെ എൻഡിങ് പോയിന്റ്, ഇതാണ് ശരിക്കും എന്താ വേവ് ലെങ്ത്. ഇതെല്ലാം സെയിം ആണ്. അഡ്ജസൻറ്റ് ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും അഡ്ജസൻറ്റ് ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ഒരു ഫുൾ വേവ് മോഷൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്? ഈക്വൽ വാല്യൂ ആണ് കിട്ടുക. സോ ആൻസർ എന്തായിരിക്കും? 8 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 8 മീറ്റർ ആയിരിക്കും വേവ് ലെങ്ത്തിൻ്റെ ആൻസർ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ടുക്ക് 0.2 സെക്കൻഡ്സ് ടു റീച്ച് എ. ഓക്കെ, അപ്പം എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ആംപ്ലിറ്റ്യൂഡ് ആണ്, അല്ലെങ്കിൽ ആയതിയാണ് ആദ്യത്തേൻ്റെ ആൻസർ. രണ്ടാമത്തേത് 2 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. വേവ് ലെങ്ത്ത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ 8 മീറ്റർ ആണ് വേവ് ലെങ്ത്ത് കേട്ടോ. യൂണിറ്റ് മീറ്റർ ആണ്. യെസ്, ഗ്രാഫ് ശ്രദ്ധിക്കാം. യൂണിറ്റ് എന്താണ്? യെസ്, 8 മീറ്റർ ആണ് യൂണിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ടുക്ക് 0.2 സെക്കൻഡ്സ് ടു റീച്ച് എ. എയിലെത്താൻ 2.2 സെക്കൻഡ്സ് മാത്രമാണ് ആർക്ക് എടുത്തിട്ടുള്ളത്? നമ്മുടെ വേവിന് എടുത്തിട്ടുള്ളത് 0.2 സെക്കൻഡ്സ്. അപ്പം ഇത് നിങ്ങൾ നോക്കുക, ഇവിടെ മുതൽ ഈ 0 എന്ന് പറയുന്ന ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് മുതൽ എ എന്ന് പറയുന്ന പോയിന്റ് വരെ ഉള്ള ടോട്ടൽ
ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 24 മീറ്റർ ആണ്. അതിലാർക്കും സംശയമില്ലല്ലോ. 0 എന്ന് പറയുന്ന ഒറിജിൻ മുതൽ എ എന്ന് പറയുന്ന പോയിന്റ് വരെ 24 മീറ്റർ ആണ് നീളം. ആ 24 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 0.2 സെക്കൻഡ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആ വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ്? ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ രൂപത അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ് അല്ലേ? നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, വെലോസിറ്റിയിൽ നിന്ന് കണ്ടുപിടിക്കാം. 2 മെത്തേഡുകളുണ്ട്. ഒന്നുകിൽ നമുക്ക് ആ വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം, എന്നിട്ട് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ് എന്ത്, വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നമ്പർ ഓഫ് വേവുകളുടെ ബേസിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, n/t ആണ്. ഓക്കെ, n എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്പർ ഓഫ് വേവുകളാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 0 മുതൽ എ വരെ എത്ര വേവുകളുണ്ട്? 1, 2 and 3 3 വേവുകളാണ് 0.2 സെക്കൻഡ്സിൽ പോയിട്ടുള്ളത്. അപ്പോൾ എന്താ ഫ്രീക്വൻസിയുടെ മീനിങ് എന്താ? നമ്പർ ഓഫ് വേവ്സ് പാസിങ് ഇൻ എ ഗിവൺ സെക്കൻഡ് അല്ലേ? അപ്പോൾ 0.2 സെക്കൻഡ്സിൽ 3 എണ്ണം പാസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദ വേവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കൊടുത്തിരിക്കുന്ന പോലെ 3/0.2 15 ഹെർട്സ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. ലാസ്റ്റ് വൺ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് തരംഗത്തിൻ്റെ വേഗം, വെലോസിറ്റി കണ്ടുപിടിക്കാൻ, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ വേവ്. സ്പീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പീഡ് ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. ഇത് മറന്നു പോകാൻ പാടില്ല. സ്പീഡ് ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. 15 × 8 ആണ് ചെയ്തിട്ടുള്ളത്. ആൻസർ അപ്പോൾ എന്ത് വരും? ആൻസർ 120 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. ഓക്കെ, 15 ഹെർട്സ് ഫ്രീക്വൻസിയും 8 മീറ്റർ വേവ് ലെങ്ത്തും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 120 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഇതെല്ലാം ചെയ്യാൻ അറിയണം കേട്ടോ. ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് എ വേവ്, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എന്തായാലും വരും, എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ എ കണ്ടക്ടർ ഹാവിംഗ് ലെങ്ത് 2 മീറ്റർ ഈസ് കട്ട് ഈക്വലി ആൻഡ് കമ്പൈൻഡ് ടുഗെദർ ദെൻ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ബിക്കംസ് ഡബിൾഡ്. അപ്പോൾ ഒരു കണ്ടക്ടർ, ഒരു വയർ എടുത്തിട്ട് 2 മീറ്റർ നീളമുള്ള ഒരു വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈക്വലി കട്ട് ചെയ്തു, എന്നിട്ട് അത് കമ്പൈൻ ചെയ്തു, ദെൻ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ബിക്കംസ് ഡബിൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുപോലത്തെ ഇത്രയും നീളമുള്ള ഒരു കണ്ടക്ടർ 2 മീറ്റർ നീളമുണ്ട്, അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തു 1 മീറ്റർ നീളമായി ഇപ്പോൾ ഓരോന്നിനും. അത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് ഏരിയ ഡബിൾ ആവുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക? 1 മീറ്ററിൻ്റെ പീസും അടുത്ത 1 മീറ്ററിൻ്റെ പീസും എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒന്നിൻ്റെ തൊട്ട് കൂടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക? ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പഴയതിനേക്കാൾ ഡബിൾ ആയിട്ടുണ്ടാവുക അല്ലേ? വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി? എക്സ്പ്ലെയിൻ. റെസിസ്റ്റിവിറ്റി എന്നുള്ള ടേം പഠിച്ച ആളുകൾക്കറിയാം, അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അത് ഓരോ പെർട്ടിക്കുലർ ഒബ്ജക്റ്റുകൾക്കും കോൺസ്റ്റൻ്റ് ആണ്. അത് ഒബ്ജക്റ്റുകൾ മാറുമ്പോഴാണ് റെസിസ്റ്റിവിറ്റി മാറുക. അയണിൽ നിന്ന് കോപ്പർ ആകുമ്പോൾ റെസിസ്റ്റിവിറ്റി മാറും. പിന്നെ ടെമ്പറേച്ചർ മാറുമ്പോഴാണ് റെസിസ്റ്റിവിറ്റി മാറുക. അതല്ലാതെ നീളവും അതുപോലെ തന്നെ ഏരിയ ഇതിലൊക്കെ മാറ്റം വരുത്തിയത് കൊണ്ട് റെസിസ്റ്റിവിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? അതാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയൽസിൻ്റെയും ഒരു ഫിക്സഡ് വാല്യൂ ആണ്. യൂണിറ്റ് ലെങ്ത് ഉള്ള, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. 1 കിലോഗ്രാം അരിയുടെ വില എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് റെസിസ്റ്റിവിറ്റി. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റിവിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ടു റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി? ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് നമുക്ക് R1 എന്ന് വിളിക്കാം. റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ 2 മീറ്റർ ആണല്ലോ തന്നിട്ടുള്ളത് അല്ലേ? ആദ്യത്തെ റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് വിളിക്കുകയാണ്. സോ റോ ഇൻറ്റു 2 മീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ. ഇതാണ് ആദ്യത്തെ റെസിസ്റ്റൻസ്. സംശയമൊന്നുമില്ലല്ലോ ആർക്കും? റോ L ബൈ A ആണ് ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ റോ ഇൻറ്റു 2 മീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് കൊടുത്തു. ഇനി പുതിയ റെസിസ്റ്റൻസ് R2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ വന്നത്? ലെങ്ത്ത് പകുതിയായിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് 1 മീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ലെങ്ത്ത് എന്തായിട്ടുണ്ട്? 1 മീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് 1 മീറ്റർ ആണ് ലെങ്ത്ത്, എന്നാൽ ഏരിയ നേരത്തെയുള്ള ഏരിയൻ്റെ ഡബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? റോ ഡിവൈഡഡ് ബൈ 2A എന്ന് കിട്ടും. ഇവിടെയോ? ഇവിടെ 2 റോ ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും.
ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിൻ്റെ 4/1 മാറിയിരിക്കുകയാണ് പുതിയ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും R2 എന്ന് പറയുന്നത് R1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. R2 = R1/4. മനസ്സിലായല്ലോ? ഓക്കെ, ഈ കാണുന്ന R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ നിങ്ങളൊന്ന് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലെങ്ത്. ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് കൊടുക്കുക. റെസിസ്റ്റിവിറ്റി എന്താണെന്ന് അറിയാലോ? റെസിസ്റ്റിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദി റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത് ആണ്. യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക. അത് കോൺസ്റ്റന്റ് ആണ് അറ്റ് എ ഫിക്സഡ് ടെമ്പറേച്ചർ, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ആക്ച്വലി ഇത്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, റെസിസ്റ്റൻസിലെ മാറ്റം ചോദിക്കുന്നുണ്ട്, അതുപോലെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, സ്പീഡ് ഓഫ് എ വേവ്, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ കറക്റ്റ് ഫിഗർ. ഇതിലേതാണ് കറക്റ്റ് ഫിഗർ? അപ്പോൾ ഇവിടെ ഒരു ബൾബ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വോൾട്ട് മീറ്റർ തന്നിട്ടുണ്ട്. വോൾട്ട് മീറ്ററിൻ്റെ ഉപയോഗം എന്താ? വോൾട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാനാണ്. വോൾട്ടേജ് മെഷർമെൻറ്റ് എപ്പോഴും നമ്മൾ പാരലലി കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അമ്മീറ്റർ, കറണ്ട് മെഷർമെൻറ്റിന് വേണ്ടി അമ്മീറ്റർ യൂസ് ചെയ്യുമ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ വോൾട്ട് മീറ്റർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഏത് ഫിഗറിലാണ്? ഇതിലല്ലേ അല്ലേ? ബൾബിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾബിന് പാരലലിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. യെസ്, വാട്ട് ഈസ് 1 volt? നെയിം 2 സോഴ്സസ് ഓഫ് EMF. ഒരു വോൾട്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെയാണ് ഒരു വോൾട്ടിനെ ഡിഫൈൻ ചെയ്യുക? ഏറ്റവും ആദ്യം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇഫ് 1 joule ഓഫ് വർക്ക് ഈസ് ഡൺ ടു മൂവ് 1 coulomb charge from one point to another, then the potential difference between those 2 points is 1 volt. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും മറ്റും പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഒരു ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ വർക്ക് ചെയ്യണം അല്ലേ? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് പൊക്കുമ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ചാർജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യില്ല, അതിനൊരാൾ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ 1 joule ഓഫ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ 1 coulomb ചാർജിനെ ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് 1 coulomb ചാർജിനെ എന്ത് ചെയ്യാണ്, 1 joule ഓഫ് വർക്ക് കൊടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റിയാൽ, അതായത് 1 joule വർക്ക് കൊടുത്തിട്ട് 1 coulomb ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ 1 volt എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കാൻ വേണം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം നെയിം 2 സോഴ്സസ് ഓഫ് EMF. EMFിൻ്റെ 2 സോഴ്സുകൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സെല്ല്, നമ്മുടെ ബാറ്ററി. ഓക്കെ, അതിൻ്റെ സിംഗുലർ ഫോമാണ് സെല്ല്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കണക്ട് ചെയ്താലാണ് ബാറ്ററി എന്ന് പറയുക. പിന്നെ ജനറേറ്റർ, ഇതിനും എന്ത് ചെയ്യാൻ പറ്റും? EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ സൗണ്ട് വേവും കറണ്ട് ഇലക്ട്രിസിറ്റിയിലെയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സീരീസിൻ്റെ ഷുവർ ഷോട്ടിലെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.